ബി.ജെ.പിയുടെ അന്തിമ ലിസ്റ്റ് അതൊരു പക്ഷേ ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ പ്രഖ്യാപിച്ചേക്കാം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെയും ചില സസ്പെൻസുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന പേര് രാജീവ് ചന്ദ്രശേഖരൻ്റെതാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അത് പ്രാഥമിക പ്രവർത്തനങ്ങൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസ് ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങി എന്നും ചില വിവരങ്ങൾ പുറത്തു വരുന്നു. നിർമ്മല സീതാരാമന്റെയും എസ് ജയശങ്കറിന്റെയും പേര് കൂടി അന്തരീക്ഷത്തിലുണ്ട്. അതും പ്രധാനപ്പെട്ട ഒന്നാണ്. മുതിർന്നവർ, അതായത് കുമ്മനം രാജശേഖരനും പി കെ കൃഷ്ണദാസും അടക്കമുള്ളവർ മത്സരരംഗത്തുണ്ടാകില്ല എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ കൊല്ലത്ത് കുമ്മനത്തിന്റെ പേര് കേട്ടിരുന്നു. പക്ഷേ ഇത്തവണ കേൾക്കുന്ന ഏറ്റവും പുതിയ പേര് കൊല്ലത്ത് കേൾക്കുന്നത് ശോഭ സുരേന്ദ്രൻ്റെതാണ്. ശോഭ സുരേന്ദ്രൻ ഒരു പക്ഷേ കൊല്ലത്ത് മത്സരിച്ചേക്കാം എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കോഴിക്കോട് എം ടി രമേശ്, പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പേര് കേൾക്കുന്നു. കാരണം അനിൽ ആന്റണി ക്രിസ്ത്യൻ മുഖമാണ്, ബി.ജെ.പി അവതരിപ്പിക്കുന്ന ക്രിസ്ത്യൻ മുഖമാണ്. പി സി ജോർജിന് സാധ്യത ഇല്ലാതായാൽ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആലപ്പുഴയിൽ ലിഷ രഞ്ജിത്ത് അല്ലെങ്കിൽ സന്ദീപ് വാചസ്പതിയുടെ പേരാണ് ഏറ്റവും സജീവമായി തന്നെ പരിഗണനയിലുള്ളത്. കോഴിക്കോട്ട് എം ടി രമേശിന്റെ പേരും ഇത്തരത്തിൽ കേൾക്കുന്നുണ്ട് എന്നതാണ്. കോട്ടയം നമുക്കറിയാം BDJS സീറ്റാണ്, അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എറണാകുളത്ത് AN രാധാകൃഷ്ണൻ, മലപ്പുറത്ത് അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള പേരുകൾ, വടകരയിൽ പ്രഫുൽ കൃഷ്ണന്റെയും പേര് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് കേൾക്കുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് വി അരുണിലേക്ക് ഒന്ന് പോകണം. അരുൺ, ഇന്ന് സെൻട്രൽ കമ്മിറ്റിയാണ് നമുക്കറിയാം പ്രധാനമായും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടത്. പക്ഷേ അപ്പോഴും ചില തീരുമാനങ്ങൾ പൂർണ്ണമായും തിരുവനന്തപുരത്തെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്താണ് നമുക്ക് ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായി കാണാൻ സാധിക്കുന്നത്? ഏതായാലും ശോഭന മത്സരിക്കുന്നില്ല എന്ന കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ആദ്യ പേരുകാരൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയല്ലേ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ആദ്യ പേരുകാരൻ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കേന്ദ്രീകരിക്കുന്നു. വൈകാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇങ്ങോട്ടേക്ക് മാറും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും മറ്റൊരു ചില പേരുകൾ കൂടി ചില നേതാക്കളെങ്കിലും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ച നിർമ്മലാ സീതാരാമൻ അവസാന വട്ടം ശശി തരൂർ നേരിടാൻ നിർമ്മലാ സീതാരാമൻ തന്നെ വന്നേക്കുമെന്ന പ്രതീക്ഷ പുലർത്തുന്ന ബി.ജെ.പിയുടെ വലിയൊരു നേതൃവിഭാഗം ആ തലസ്ഥാനത്തുണ്ട്. അതുമില്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് ഭാഗ്യം പരീക്ഷിക്കും എന്ന പ്രതീക്ഷ പുലർത്തുന്നവരുമുണ്ട്. ഏതായാലും വലിയ സസ്പെൻസ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ ഇപ്പോഴും തുടരുന്നു. സംസ്ഥാന നേതാക്കൾക്ക് തന്നെ കൃത്യമായ വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കേന്ദ്ര നേതൃത്വത്തിനും വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം. ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാമർ മുഖമാണ് എതിർ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ബി.ജെ.പിയുടെ എക്കാലത്തെ എ ക്ലാസ് മണ്ഡലമാണ്. ബി.ജെ.പി സംസ്ഥാനത്ത് ആ രീതിയിൽ ശക്തിപ്പെടാത്ത കാലത്ത് പോലും തിരുവനന്തപുരം മണ്ഡലം ബി.ജെ.പിക്ക് കൈയയച്ച് സഹായിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഏറെ പ്രാധാന്യത്തോടെ കാണുന്നു. നേരത്തെ തൃശൂരൊക്കെ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട വിജയസാധ്യതയുള്ള ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു എന്ന കാര്യം വരുമ്പോൾ തിരുവനന്തപുരത്ത് ബി.ജെ.പി തഴയുകയാണെന്ന ചോദ്യം നേതാക്കൾക്ക് വീഴുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ തിരുവനന്തപുരത്ത് തഴയില്ല. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന ഉറപ്പാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ വളരെ ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ വീണ്ടും നിർമ്മലാ സീതാരാമന്റെ പേരിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ ഒരിക്കൽ കൂടി ഇവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുമെന്ന കാര്യമൊക്കെയാണ് അറിയേണ്ടത്. അതായത് ഇന്ന് വൈകിട്ടോ നാളെയോ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക, ഈ പ്രധാനപ്പെട്ട 5-6 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പുറത്തുവരും, കേന്ദ്ര നേതൃത്വം പുറത്തുവിടുമെന്നാണ് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന സൂചന. അതിൽ തന്നെ ആറ്റിങ്ങൽ ഇതിനകം സ്ഥാനാർത്ഥി ആരെന്ന കാര്യം ഉറപ്പിച്ചതാണ്. വി മുരളീധരൻ മാസങ്ങൾക്ക് മുമ്പ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ പ്രചരണം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട്. മറ്റു മണ്ഡലങ്ങളുടെ കാര്യവും ഇത് സൂചിപ്പിച്ച പോലെ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഒരു തെക്കൻ ജില്ലയിൽ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. ആറ്റിങ്ങിൽ നിന്ന് തൊട്ടടുത്ത മണ്ഡലമായ കൊല്ലത്തേക്ക് ശോഭാ സുരേന്ദ്രൻ മാറിയേക്കും. അവിടെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം ഉപകരിക്കുമെന്ന പ്രതീക്ഷ ബി.ജെ.പിക്കുണ്ട്. നമുക്കറിയാം ആറ്റിങ്ങലിൽ ബി.ജെ.പി ചരിത്രത്തിലില്ലാത്ത തരത്തിൽ വോട്ട് പിടിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മണ്ഡലത്തിൽ സമാനമായ രാഷ്ട്രീയ സാഹചര്യമുള്ള സാമുദായിക ഇക്വേഷൻസ് ഒക്കെ ഉള്ള ഒരു മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വന്നാൽ
വലിയ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുന്ന പ്രതീക്ഷ BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അതാണ് കൊല്ലത്തിന്റെ അവസ്ഥ. മറ്റു മണ്ഡലങ്ങളിൽ പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിൽ പല പേരുകൾ ഷോൺ ജോർജ് അതുപോലെ PC ജോർജിന് പകരം അനിൽ ആന്റണി എന്ന പേരൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. MT രമേശ് മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ്, കോഴിക്കോട് മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തൃശൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് വളരെ മുൻപന്തിയിൽ തന്നെ പ്രചരണ രംഗത്ത് പോലും സുരേഷ് ഗോപി എത്തിക്കഴിഞ്ഞു. അവിടെ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അവിടുത്തെ നേതാക്കളൊക്കെ CPI നേതാക്കളൊക്കെ പറയുന്നത് നേരിട്ടുള്ള മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെന്ന് പറയുമ്പോഴും BJP അവിടെ അനിഷേധ്യ സാന്നിധ്യമാണ്. സുരേഷ് ഗോപി വളരെ ശക്തമായ BJP-യുടെ വോട്ട് വിഹിതം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കുതിച്ചുയർത്താൻ കഴിഞ്ഞ സ്ഥാനാർത്ഥിയാണ്. ആ വലിയ വിജയപ്രതീക്ഷ BJP ഇപ്പോഴുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ തൃശൂരിൽ അഭിമാന പോരാട്ടമായി BJP-ക്ക് മാറുന്നുണ്ട്. 2 ഡിജിറ്റ് എന്ന പ്രധാനമന്ത്രിയുടെ ആഗ്രഹം, അദ്ദേഹത്തിന്റെ അവകാശവാദമൊക്കെ അതുവരെ എത്തിയില്ലെങ്കിൽ പോലും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ തന്നെയാണ് BJP-യുടെ ശ്രമം. അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിലും നേതൃത്വം നൽകുന്നത്. അതാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് തന്നെ പ്രഥമ പരിഗണനയുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കുന്ന കേന്ദ്ര നേതൃത്വമാണ് എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്.